ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ 20,000-ന് പുറത്ത് ഭൂരിപക്ഷത്തിൽ ഉറപ്പായും UDF വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അന്നത്തെ ഒരു വിഷയത്തെപ്പറ്റി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ ഗവൺമെന്റിന്റെയും പോലീസിന്റെയും സമീപനമാണ് അന്ന് അവിടെ പ്രതിഫലിച്ചത്. അതിൽ ശക്തമായ തീർച്ചയായും പ്രതിഫലിക്കും. പിന്നെ കോൺഗ്രസ് നേതാക്കൾ വലിയ ആത്മവിശ്വാസം 15,000 മുതൽ 25,000 വരെ ഭൂരിപക്ഷം പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇതാണ് UDFന്റെ ഒരു ക്യാമ്പ്. ഈ ക്യാമ്പ് വെച്ചാൽ ഇവിടെയാണ് മൊത്തം തന്ത്ര രൂപീകരണങ്ങളും നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന അനിൽ ബോസ് കൂടി ചെറിയൊരു പ്രതികരണം എടുക്കുക. എങ്ങനെയുണ്ട് നിരീക്ഷണം നടത്തുമ്പോൾ? ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു. മൂന്നാം സ്ഥാനത്താണ്. 30,000 വോട്ട് പാലക്കാട് തയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. 70,000 വോട്ടെന്നാ രാവിലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30,000 വോട്ട് LDF സ്ഥാനാർത്ഥി തയ്ക്കില്ല. 3-ാം സ്ഥാനം ഉറപ്പ്. ഞങ്ങൾ ജയിക്കും. 5 അക്ക ഭൂരിപക്ഷത്തിന് ജയിക്കും. മിനിമം 10,000, മാക്സിമം എത്രയെന്ന് ജനം തീരുമാനിച്ചോട്ടെ. 5 അക്ക എന്ന് പറയുന്ന പൊതുവായി UDF നേതാക്കൾ പൊതുവായി പറയുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. ഇത് UDFന്റെ ക്യാമ്പാണ്. നേരത്തെ നന്ദു നിന്നത് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ആ ക്യാമ്പ് സ്ഥലത്താണ്. BJPയും സജീവമായ പ്രചരണരംഗത്തുണ്ട്. രേഷ്മ, വിവാദങ്ങൾ 2 തരത്തിലുള്ള 3 തരത്തിലുള്ള കാര്യങ്ങളുണ്ട് രേഷ്മ. കാര്യങ്ങൾ വെച്ചാൽ ഒന്ന്, ഒരു വശത്ത് വിവാദങ്ങൾ ഈ സരിലിൽ തുടങ്ങി സന്ദീപിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും വിവാദങ്ങളും. മറ്റൊന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങൾ. ഇപ്പോൾ മാത്തൂരും പിരായിരി ഉൾപ്പെടെ അല്ലെങ്കിൽ കണ്ണാടി ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ നെൽകർഷകരുടെ എണ്ണം വളരെ കൂടുതൽ. അവിടെ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മൾ ഒരു സാധാരണ വീടുകളിലൊക്കെ പോകുമ്പോൾ തന്നെ ആൾക്കാരുടെ വീടും ക്ഷേമ പെൻഷനൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ജനകീയ വിഷയങ്ങൾ സജീവ ചർച്ചയാണ്. അതോടൊപ്പം തന്നെ അടിയൊഴുക്കുകൾ നമ്മൾ പാലക്കാട് കാണുകയും വേണം. കാരണം വഖഫ് ഉൾപ്പെടെയുള്ള മുനമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വർഗീയ പ്രചരണം BJP അവർക്ക് വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന പ്രചരണം അവരും നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ജനകീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, അടിയൊഴുക്കുകൾ ഇതൊക്കെ ആർക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾ നടത്തിയ പ്രചരണങ്ങളൊക്കെ തന്നെ ഏറ്റവും അവസാനം അതിന്റെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്